അഹമ്മദാബാദ് വിമാന ദുരന്തം അട്ടിമറിയെന്ന ആരോപണവുമായി ബി.ജെ.പി. ഇന്റലക്ച്വൽ സെൽ മുൻ മേധാവി ടി.ജി. മോഹൻദാസ് രംഗത്തെത്തുകയാണ്. ബോയിങ് 787-8 ഡ്രീം ലൈനർ സീരീസിലുള്ള വിമാനം ഇതുവരെ ഒരു അപകടത്തിലും പെട്ടിട്ടില്ല. വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അടിയന്തര സന്ദേശം ആവശ്യപ്പെട്ടുള്ള സന്ദേശം വന്നു. DGCയെ തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വിമാനവുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സൗകര്യവും പ്രവർത്തിക്കാതിരിക്കാൻ ഇലക്ട്രോണിക് സംവിധാനത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അട്ടിമറിയെന്ന് സംശയിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അവരുടെ വീട് കയറി തല്ലി. നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. വിമാനം തകർന്നതിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് 95% ഇതിലൂടെ ഉറപ്പാണെന്നും ടി.ജി. മോഹൻദാസ് പറയുന്നു. പാകിസ്ഥാൻ തുർക്കിയുടെ സഹായത്തോടെയാണ് വിമാനം അപകടത്തിൽപ്പെടുത്തിയത് എന്നാണ് മോഹൻദാസ് ആരോപിക്കുന്നത്. എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാർ തുർക്കി കമ്പനിക്കായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഈ കമ്പനിയുടെ കരാർ ഇന്ത്യ റദ്ദാക്കി. ഇതിന്റെ പകപോക്കാൻ തുർക്കി കമ്പനിക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ എന്ന് മോഹൻദാസ് ചോദിക്കുന്നു. എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് വയ്ക്കുമെന്ന ഗുർബന്ത് സിംഗ് പന്നു എന്ന ഖാലിസ്ഥാൻ നേതാവ് ഭീഷണി മുഴക്കിയിരുന്നു. എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് വയ്ക്കുമെന്ന ഗുർബന്ത് സിംഗ് പന്നു എന്ന ഖാലിസ്ഥാൻ നേതാവ് ഭീഷണി മുഴക്കിയിരുന്നു. ഇയാൾക്ക് അമേരിക്കയുടെയും കാനഡയുടെയും പിന്തുണയുണ്ട്. ഖാലിസ്ഥാൻ പിന്തുണയോടെ പാകിസ്ഥാൻ നടപ്പിലാക്കിയ അക്രമമാകാം അഹമ്മദാബാദിൽ സംഭവിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരവാദികളുടെ വീട്ടിൽ കയറി അടിച്ചതിന് മോദിയുടെയും അമിത്ഷായുടെയും നാട്ടിൽ നൽകിയ തിരിച്ചടിയാവാനും സാധ്യതയുണ്ടെന്നും ടി.ജി. മോഹൻദാസ് പറയുന്നു. കേരള തീരത്ത് 2 കപ്പലുകൾ അപകടത്തിൽപ്പെട്ടതിന്റെ കാരണമെന്താണെന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് കപ്പൽ മുങ്ങിയതെന്ന് ആരും പറയുന്നില്ല. കപ്പലിൽ അപകടകരമായ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അതെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. ഇതിലും ദുരൂഹതയുണ്ടെന്നാണ് ടി.ജി. മോഹൻദാസ് ആരോപിക്കുന്നത്. അതേസമയം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് വീഴാനുണ്ടായ കാരണം എന്താണ് എന്ന കാര്യം വിശദമായ പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. എന്നാൽ ജൂലിയൻ ബ്ര എന്ന വ്യോമ വിദഗ്ധൻ അപകടത്തിന് കാരണമാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. അപകടത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജൂലിയൻ ബ്ര കഴിഞ്ഞ 40 വർഷത്തിനിടെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തെക്കുറിച്ച് ഉപദേശം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹം ബ്രിട്ടീഷ് എയർവേസിൻ്റെയും അലിറ്റാരിയുടെയും മുൻ കൺസൾട്ടന്റുമാണ്. ബ്രേ പറയുന്നത് ബോയിങ് ഡ്രീം ലൈനർ വിമാനം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണെന്നാണ്. ഇതിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങളുള്ള വിമാനം കൂടിയാണ്. ഇതിൽ ഒന്നിലധികം ബാക്കപ്പ് സംവിധാനങ്ങളാണുള്ളത്. അതുകൊണ്ട് ബ്രോ പറയുന്നത് ഇത് മെക്കാനിക്കൽ പരാജയമാണോ എന്ന് സംശയമുണ്ടെന്നാണ്. ആദ്യമായി അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നത് ഇത് പൈലറ്റിന്റെ പിഴവാണോ എന്നതാണ്. പലപ്പോഴും പറന്നുയരുമ്പോൾ കൂടുതൽ ലിഫ്റ്റ് ലഭിക്കാനായി പൈലറ്റുമാർ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ താഴ്ത്തും. എന്നാൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ എയർ ഇന്ത്യ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ അപ്പോഴും ചിറകുകളുമായി നിരപ്പായ നിലയിൽ തന്നെയുണ്ടെന്നാണ് കാണിക്കുന്നത്. ഫ്ലാപ്പുകൾ വിന്യസിച്ചില്ലെങ്കിൽ വിമാനത്തിന് വേണ്ടത്ര വേഗത്തിൽ ഉയരാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ബ്രേ അഭിപ്രായപ്പെടുന്നത്. ചിലപ്പോൾ പൈലറ്റുമാർ അവ വിന്യസിക്കാൻ മറന്നുപോയിരിക്കാമെന്നും ഇത് ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഫ്ലാപ്പുകൾ അനങ്ങാതിരിക്കുന്നത് വിചിത്രമാണെന്നാണ് ബ്രേ പറയുന്നത്. പറക്കുന്നതിന് മുൻപുള്ള പരിശോധനകളുടെ ഭാഗമായി ഇക്കാര്യം പരീക്ഷിക്കുകയാണ് പതിവ്. പൈലറ്റുമാർ ഈ അവസരത്തിൽ വിമാനത്തിന് ചുറ്റും നടന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കും. ടേക്ക് ഓഫിന്റെ ഓരോ ഘട്ടത്തിലും ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും. വിമാനം തകർന്നു വീഴപ്പോഴും അതിൻ്റെ ചക്രങ്ങൾ താഴ്ത്തി വെച്ചിരുന്നു എന്ന കാര്യം ബ്രോ ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിൽ ഏതെങ്കിലും ഭാഗം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ക്യാപ്റ്റന്റെ വിമാനം നിലത്തിറക്കാൻ ഉത്തരവിടാം. വിമാനം ഉയർത്താൻ കഴിയുന്നില്ല എന്ന പൈലറ്റിന്റെ സന്ദേശം അദ്ദേഹം എടുത്തു കാട്ടുന്നു. വിമാനത്തിൽ വലിയ സാങ്കേതിക തകരാർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പവർ നഷ്ടമാവുകയുള്ളൂ. വിമാനത്തിൽ പക്ഷി ഇടിച്ചതായി തോന്നുന്നില്ല. വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പക്ഷി ഇടിച്ചാലും രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം നിലത്തിറക്കാമായിരുന്നു. പൈലറ്റ് വിമാനാപകടത്തിലൂടെ ആത്മഹത്യ ചെയ്തതാണോ എന്ന സാധ്യതയും ബ്രോ തള്ളിക്കളയുന്നില്ല. ഇവിടെ ബോംബാക്രമണത്തിന്റെ സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നു. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴാനുണ്ടായ കാരണം എന്താണ് എന്ന കാര്യം വിശദമായ പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. എന്നാൽ ജൂലിയൻ ബ്ര എന്ന വ്യോമ വിദഗ്ധൻ അപകടത്തിന് കാരണമാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. അപകടത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നും 40 വർഷത്തിനിടെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തെക്കുറിച്ചുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.
അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം നിരവധി പേരാണ് ഇത് അട്ടിമറിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വയ്ക്കുന്നത്. അതായത് അട്ടിമറി സാധ്യതയാണോ, 2 കപ്പലുകൾ മുങ്ങി, ഒരു വിമാനം തകർന്നു. അതും തകർന്നു എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. 261 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരാളാണ് അതിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് ഭാഗം അവിടേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വിമാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? കാരണം ഈ വിമാനം പറന്ന് പൊങ്ങുന്നത് വരെ ഈ വിമാനത്തിന് ഫുൾ സേഫ്റ്റി, വിമാനത്തിനൊരു കുഴപ്പവുമില്ല എന്ന് കണ്ട് വിമാനം പറന്നു പൊങ്ങാൻ യോഗ്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിനുള്ള ഫുൾ അനുമതി നൽകുന്നത്. അപ്പോൾ ഇത്തരം അനുമതി നൽകിയിട്ടും എങ്ങനെയാണ് പറന്ന് 33 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ആ അന്വേഷണം ഏത് തരത്തിലേക്കാണ് പോകുന്നത്? ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ പൈലറ്റുമാർ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഈ വിമാനത്തിനുള്ളിലെ ചിത്രങ്ങൾ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറി സാധ്യതയുണ്ടോ? പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ 2 കപ്പലുകൾ ഈ വെള്ളത്തിൽ പതിച്ചുകൊണ്ട്, ഒന്ന് പൂർണ്ണമായും കത്തിപ്പോയതും ഒന്ന് വെള്ളത്തിനടിയിലായതും. അത് പരിസ്ഥിതിയെയും ജനജീവിതത്തെയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ ദുരന്തം, ഇതിന് പിന്നിൽ പാകിസ്ഥാനോ മറ്റേതെങ്കിലും ആളുകളോ ആണെങ്കിൽ ഇന്ത്യ അവരെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നരേന്ദ്രമോദി ഉൾപ്പെടെ ആ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. അതിൽ വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ഒരൊറ്റ ആളാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹവുമായി നരേന്ദ്രമോദി സംസാരിച്ചു. കൃത്യമായ കാര്യങ്ങൾ, ബ്ലാക്ക് ബോക്സ് കിട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ക്യാമറകൾ, എല്ലാ ഭാഗത്തും ക്യാമറകളുണ്ട്. ആ ക്യാമറകളുടെ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്ക് ഫ്ലൈറ്റിനകത്തുള്ള ആരെങ്കിലും, ആ വിമാനത്തിനകത്തുള്ള ആരെങ്കിലും കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി അറിയാൻ സാധിക്കും. ഈ പൈലറ്റ് സ്വയം ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ ഈ ദുരന്തം മറ്റാരുടെയെങ്കിലും കൺട്രോളിലായിരുന്നോ, മറ്റാരെങ്കിലും കൺട്രോൾ ചെയ്യപ്പെട്ടതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനം ഇതുവരെ ബോയിങ് 787 എന്ന് പറയുന്ന വിമാനം ഇതുവരെ തകർന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഇതിന് സംഭവിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും എല്ലാവരും ഒന്നിച്ച് ചോദിക്കുകയാണ്, ഇതൊരു അട്ടിമറി തന്നെയാണോ എന്ന്.